പ്രിയമുള്ളവരെ, വചനജ്വാല 1739 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. തിരുഹൃദയ വണക്കമാസം 5 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 23 അധ്യായം 25 മുതൽ 49 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും, അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും, അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും, നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും, നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചടക്കും, അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും, അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യ രത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വെച്ച് നീ ശീലിച്ച വ്യഭിചാര വൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണ് തിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ, നീ മനം മടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും, നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും, നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായ നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാര വൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു, അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെ ഏറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും, പാത്രം ഉടച്ച് കഷണങ്ങൾ കാർന്നു തിന്നും. നിന്റെ മാറിടം നീ പിച്ചി ചീന്തും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിന്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒഹേലയായും ഒഹാലിയാബിയെയും വധിക്കുകയല്ലേ നീ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുൻപിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. അതിനു പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്നു തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി.
ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്ത് നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി. അവർക്ക് വേണ്ടി നീ കുളിച്ചു, കണ്ണെഴുതി, ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രപഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വെച്ചു. സുഖലോലുപരായ ജനക്കൂട്ടത്തിന്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജനപ്രദേശത്തു നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ ഒരു കിരീടം ധരിപ്പിച്ചു. ഞാൻ ചിന്തിച്ചു പോയി, വ്യഭിചാര വൃത്തി കൊണ്ട് വൃദ്ധയായ സ്ത്രീ, അവളുമായി പരസ്ത്രംഗത്തിലേർപ്പെടുമോ അവർ? എന്നാൽ ഒരു വേശ്യയെ എന്ന പോലെ അവർ അവളെ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹേലയായും ഉഹീബിയായും അവർ സമീപിച്ചു. വേശ്യകളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വധിക്കും. കാരണം അവർ വേശ്യകളാണ്, അവരുടെ കരം രക്തപങ്കിലമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർക്കെതിരായി നീ ഒരു സൈന്യത്തെ അണിനിരത്തുക. സംഭീതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ വാളുകൊണ്ട് കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അധീനയാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോനിഫസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിൻഫ്രഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. 30-ാം വയസ്സിൽ പുരോഹിതനായി സുവിശേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ട വിൻഫ്രഡ് 13 വർഷം ആർച്ച് ബിഷപ്പ് വില്ലേ ബ്രാൻഡിനെ സഹായിച്ചു. പിൻഗാമിയാക്കുമെന്ന് പേടിച്ച് ജർമ്മനിയിലേക്ക് മടങ്ങി. മാർപ്പാപ്പ റോമായിലേക്ക് വിളിച്ച് ബോനിഫസ് എന്ന പേരിൽ ഇദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിച്ചു. 3 മാർപ്പാപ്പമാരുടെ കീഴിൽ പ്രവർത്തിച്ചു. സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തി. ഒരു പെന്തക്കുസ്തായുടെ തലേ ദിവസം മാമോദീസ സ്വീകരിച്ചവർക്ക് സൈര്യലേപനത്തിനായി വന്നപ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും എവോബൻ എന്ന ബിഷപ്പിനെയും 3 വൈദികരെയും 4 ഡീക്കന്മാരെയും 4 സന്യാസിമാരെയും ഉൾപ്പെടെ 52 പേരെ വധിച്ചു. 755 ജൂൺ 5 ആയിരുന്നു ഈ രക്തസാക്ഷിത്വം. പ്രിയരെ, വിശുദ്ധ ബോനിഫസ് ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുക. മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോനിഫസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.